ഹായ് ഓൾ, ഏശ്വർ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓൺടർപ്രണേഴ്സ്. അതായത് പുതിയ ആൾക്കാർ എൻ്റർപ്രണറിയൽ ഏരിയയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഓൺടർപ്രണേഴ്സ് വരുമ്പോൾ അവർക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിനാൻഷ്യലിയും അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലി വേറെ പല രീതികളിലും ഇവരെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, അവയുടെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്, സിഡ്കോ, NSIC, സിഡ്ബി, ദെൻ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഇത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ഫങ്ഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് എന്താണെന്ന് നോക്കാം. The Directorate of Industries and Commerce coordinates industrial development activity in various sectors, micro, small, medium and large throughout the state. ഒരു സംസ്ഥാനത്തിനുടനീളം മൈക്രോ, സ്മോൾ, മീഡിയം, ലാർജ് എൻ്റർപ്രൈസുകളുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുകയും അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വേരിയസ് ആക്ടിവിറ്റീസ് നടത്തുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. ഇവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് പറയുമ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും കുറേ ഫങ്ഷൻസ് വരുന്നുണ്ട്. ബട്ട് മെയിനായിട്ട് നമുക്ക് എക്സാമിന് ഓർത്തിരിക്കാൻ പറ്റുന്ന ചില ഫങ്ഷൻസ് മാത്രമാണ് ഞാനിതിൽ പറയുന്നത്. അതിൽ കൂടുതൽ ഫങ്ഷൻസും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ട്. സോ ഫസ്റ്റ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് കോർഡിനേറ്റ്സ് ഓൾ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഓഫ് ദി സ്റ്റേറ്റ്. ഒരു സംസ്ഥാനത്തിന് മുഴുവനായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് ഇതിൻ്റെ ഒരു ഫങ്ഷനാണ്. ദെൻ ഡെവലപ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ എ പ്ലാൻഡ് മാനർ. വെൽ പ്ലാൻഡ് മാനറിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടത്തുക. ആക്ട് ആസ് ആൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെയും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് നിൽക്കുക. സോ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ അവരെ അറിയിക്കും, സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിനെ അറിയിക്കുന്നൊരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. Then it monitors the implementation of plan schemes executed by the General Managers of District Industry Center. DICs ഉണ്ട്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ. ഇതിൻ്റെ ജനറൽ മാനേജേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ സ്കീംസ്, പ്ലാൻസ് അതൊക്കെ എത്രത്തോളം നടന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ള മോണിറ്റർ ചെയ്യുന്നതും ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ കീപ് ഡാറ്റാബേസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ കേരള. ഒരു സംസ്ഥാനത്തുള്ള, കേരളത്തിൻ്റെ കേസിലാണെങ്കിൽ കേരളത്തിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള ഡാറ്റാബേസ് ഡീറ്റെയിൽസൊക്കെ സൂക്ഷിക്കുന്നത് ഇവരുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഫെയർസ്, എക്സിബിഷൻസ് എക്സെട്ര ഫോർ എക്സിബിറ്റിംഗ് ദ പ്രൊഡക്ട്സ് ഓഫ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്. സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ പ്രൊഡക്ട്സ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രേഡ് ഫെയർസും എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈ ഓൺടർപ്രണേഴ്സ് ആൻഡ് മോട്ടിവേറ്റ് ദം. ഓൺടർപ്രണേറിയൽ എബിലിറ്റി ഉള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈസ് ആൻഡ് റിവൈസ് സിക്ക് യൂണിറ്റ്സ് ആൻഡ് സിക്ക് യൂണിറ്റ് റിവൈവൽ പ്രോഗ്രാം. അതായത് സിക്ക് യൂണിറ്റ്സ് എന്താണ്, നിന്നു പോകാൻ ചാൻസ് ഉള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുകയും അവയെ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെയാണ് മെയിനായിട്ടും ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൻ്റെ ഉള്ളത്. നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റർ അല്ലെങ്കിൽ DIC. സോ എല്ലാ ജില്ലകൾക്കും ഉള്ള അല്ലെങ്കിൽ എല്ലാ ഡിസ്ട്രിക്റ്റിനുമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് DIC എന്ന് പറയുന്നത്. ഇത് 1 May 1978 ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈച്ച് ഡിസ്ട്രിക്ട് ഹാസ് എ DIC അറ്റ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. എല്ലാ ഡിസ്ട്രിക്റ്റിനും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു DIC ഉണ്ടാവും. ദെൻ ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഈസ് to act as the chief coordinator or multifunctional agency in respect of various government departments and other agencies. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മറ്റ് ഏജൻസികളുടെയും ഒരു കോർഡിനേറ്റർ ആയിട്ടാണ് ഈ DICകൾ വർക്ക് ചെയ്യുന്നത്. സോ DICയുടെ മെയിൻ ഫങ്ഷൻസ് നോക്കാം. DIC ഐഡൻറ്റിഫൈസ് ആൻഡ് ഡെവലപ്സ് ന്യൂ ഓൺടർപ്രണേഴ്സ് ടു സെറ്റപ്പ് ഇൻഡസ്ട്രീസ് ബൈ കണ്ടക്ടിങ് എൻ്റർപ്രണേറിയൽ മോട്ടിവേഷൻ പ്രോഗ്രാംസ് ത്രൂ ഔട്ട് ദ ഡിസ്ട്രിക്റ്റ്. അതായത് ഒരു ജില്ലയുടെ ഉള്ളിൽ എൻ്റർപ്രണേറിയൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുകയും അതിൽ നിന്ന്
പുതിയ ഓൺടർപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് DICയുടെ ഒരു ഫംഗ്ഷനാണ്. ദെൻ ഇറ്റ് ഓഫേഴ്സ് ടെക്നിക്കൽ അഡ്വൈസ് ടു ന്യൂ ഓൺടർപ്രണേഴ്സ് ഫോർ സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ് suitable ടു ദം. പുതിയ ഓൺടർപ്രണേഴ്സിന് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രൊജക്റ്റുകൾ കണ്ടുപിടിക്കുകയും അതിനുവേണ്ടിയുള്ള ടെക്നിക്കൽ അഡ്വൈസസ് കൊടുക്കുകയും ചെയ്യുന്നു. Then, after the selection of the projects, it issues provisional SSI registration, which is essential for obtaining assistance from financial institutions. അതായത് ഇവരെ പ്രൊജക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, വൺസ് ദ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊവിഷണൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് രജിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുന്നു. സോ ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്തു നിന്നുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ അതും ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സാണ് ചെയ്തു കൊടുക്കുന്നത്. ദെൻ ഇറ്റ് ടേക്സ് ദ ഇനീഷ്യേറ്റീവ് ടു ഗെറ്റ് ക്ലിയറൻസസ് ഫ്രം അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ടേക്സ് ഫോളോ അപ്പ് മെഷേഴ്സ് ടു ഗെറ്റ് സ്പീഡി പവർ കണക്ഷൻസ്. നമുക്കറിയാം ഒരു ബിസിനസ്സിന് പവർ കണക്ഷൻ അത്യാവശ്യമാണ്. അപ്പം എത്രയും പെട്ടെന്ന് പവർ കണക്ഷൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് ഇപ്പോൾ ഈ പവർ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് പേപ്പർ ക്ലിയറൻസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതും DIC ആണ്. ദെൻ ഇറ്റ് അറേഞ്ചസ് ഫോർ ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വില്ലേജ് ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് വിത്ത് ലീഡ് ബാങ്ക് ഓഫ് ദ റെസ്പെക്റ്റീവ് ഏരിയ. അതായത് വില്ലേജ് ആർട്ടിസൻസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് അസിറ്റ്സ് small scale industries units and rural artisans to get subsidies such as power subsidy, interest subsidies for engineers, subsidy under IRDP, etc. സോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് പല രീതിയിലുള്ള സബ്സിഡീസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഗിവ്സ് ട്രെയിനിങ് ടു റൂറൽ ഓൺടർപ്രണേഴ്സ് ആൻഡ് ഓൾസോ അസിറ്റ്സ് യൂണിറ്റ്സ് ഗിവിങ് ട്രെയിനിങ് ടു സ്മോൾ ഓൺടർപ്രണേഴ്സ്. അതായത് റൂറൽ ഓൺടർപ്രണേഴ്സിനെ ട്രെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന യൂണിറ്റ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ദാറ്റ് ഈസ് സിഡ്കോ. സിഡ്കോ എന്ന് പറയുന്നത് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അത് പല സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. സോ കേരളത്തിലും ഉണ്ട്. കേരളത്തിൽ ഇതിനെ പറയുന്നത് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സോ ഇത് നിലവിൽ വന്നത് 1975 നിലവിലുണ്ടായിരുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് സിഡ്കോ കേരളത്തിൽ നിലവിൽ വന്നത്. ഇറ്റ് ഈസ് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, കേരള എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കോർപ്പറേഷൻ. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസും കമ്പൈൻ ചെയ്തിട്ടാണ് പുതുതായിട്ട് സിഡ്കോ ഫോം ചെയ്തിരിക്കുന്നത്. സോ സിഡ്കോയുടെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, സിഡ്കോ സപ്ലൈസ് സ്കേഴ്സ് റോ മെറ്റീരിയൽസ്. അധികം കിട്ടാനില്ലാത്ത സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്ത് അത് ആവശ്യമുള്ള ഓൺടർപ്രണേഴ്സിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് സിഡ്കോ ചെയ്യുന്നത്. സോ ഈ പർപ്പസിന് വേണ്ടിയിട്ട് സിഡ്കോയ്ക്ക് ദർ ആർ നമ്പർ ഓഫ് റോ മെറ്റീരിയൽ ഡിപ്പോട്ട്സ്. അപ്പോൾ ഈ ഡിപ്പോകളിലെല്ലാം ഇവർ സ്കേഴ്സ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. ദെൻ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് സ്മോൾ ഇൻഡസ്ട്രീസിന് അത് പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് വൺ ആണ് സിഡ്കോ പ്രൊവൈഡ്സ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്. സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും സിഡ്കോ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും സിഡ്കോ മേക്സ് അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ഫോർ ഒബ്റ്റെയിനിങ് ഓർഡേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദം എമംഗ് വേരിയസ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ്. അഡ്വാൻസ് പേയ്മെൻറ്റ്സ് കൊടുത്ത് ഓർഡേഴ്സ് എടുക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സിഡ്കോ ഓൾസോ അറേഞ്ചസ് ഫോർ ബയേഴ്സ് സെല്ലർ മീറ്റ്സ് ഫ്രീക്വൻ്റ്ലി. ബയേഴ്സ് സെല്ലേഴ്സ് മീറ്റിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ്സും സിഡ്കോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സിഡ്കോ അസിറ്റ്സ് ഇൻ ബിൽ ഡിസ്കൗണ്ടിങ്. ദാറ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഒക്കെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ്സ് ഡിലേ വരും, അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പൈസ താമസിച്ചായിരിക്കും കിട്ടുക. ഇൻ സച്ച് എ സിറ്റുവേഷൻ the bills drawn on government departments will be discounted by സിഡ്കോ up to 80% of the bill value. ബിൽ വാല്യൂവിൻ്റെ 80% വരെ സിഡ്കോ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ സിഡ്കോ പ്രൊവൈഡ്സ് എക്സ്പോർട്ട് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ്. സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ സിഡ്കോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ വെബ്സൈറ്റിൽ അവരുടെ പ്രൊഡക്ട്സ് ഇടുവാണെങ്കിൽ ഓർഡേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുക, എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ സിഡ്കോ പ്രൊമോട്ട്സ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ്. സോ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ലേബേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിഡ്കോ. നെക്സ്റ്റ് വൺ ആണ് സിഡ്കോ പ്രൊമോട്ട്സ് വിമൺ ഓൺടർപ്രണേഴ്സ്. വിമൺ ഓൺടർപ്രണേഴ്സിന് സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഫോർ വിമൺ എല്ലാം സെറ്റപ്പ് ചെയ്ത് അവരെ അതിലൂടെ ട്രെയിൻ ചെയ്ത് സ്മോൾ ഇൻഡസ്ട്രി സെക്ടേഴ്സിൽ കൂടുതൽ വിമൺ ഓൺടർപ്രണേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇവരുടെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. സോ ഇതൊക്കെയാണ് സിഡ്കോയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ആണ് NSIC, ദാറ്റ് ഈസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഇത് നിലവിൽ വന്നത് 1955 ദെൻ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് ബേസിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മെഷീനറീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ മെയിൻ ഫങ്ഷൻസിൽ വരുമ്പം ടു ഡെവലപ്പ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ആൻഡ് ആസ് ആൻസിലറി യൂണിറ്റ്സ് ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഒരു ആൻസിലറി യൂണിറ്റ്സ് ആയിട്ട് മാറ്റുക. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ്സ് ആക്കി മാറ്റുക. ദെൻ ടു പ്രൊവൈഡ് മെഷീനറി ടു സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞതാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള മെഷീനറീസ് ഫുൾ പേയ്മെൻറ്റിൽ അവർക്ക് ചിലപ്പം എടുക്കാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. സോ ഹയർ പർച്ചേസ് ബേസിസിൽ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ടു ഹെൽപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് സ്കേഴ്സ് ആൻഡ് ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ്. സ്കേഴ്സ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ടു മാർക്കറ്റ് പ്രൊഡക്റ്റ് ഓഫ് എക്സസൈസ് അറ്റ് ഹോം ആൻഡ് അബ്രോഡ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ട്സ് ഹോം കൺട്രിയിലും അതുപോലെ തന്നെ അബ്രോഡിലും പുറത്തേക്കും എക്സ്പോർട്ടിലും ഹെൽപ്പ് ചെയ്യുക. ദെൻ ടു കൺസ്ട്രക്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുക. ടു ഇമ്പാർട്ട് ട്രെയിനിങ് ടു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് NSICയുടെ ഫങ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് സിഡ്ബി, ദാറ്റ് ഈസ് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സിഡ്ബി സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് April 2, 1990 ആസ് എ ഹോൾ ഓൺഡ് സബ്സിഡിയറി ഓഫ് IDBI. സിഡ്ബി ഈസ് ദ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ for the promotion, financing and development of industry in small scale sector. That is small scale സെക്ടേഴ്സിലെ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോഷനും ഫിനാൻസിങ്ങും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് സിഡ്ബി എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടേക്കിംഗ് സ്റ്റെപ്സ് ഫോർ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ ആൻഡ് മോഡേണൈസേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് യൂണിറ്റ്സ്. നിലവിലുള്ള യൂണിറ്റുകളുടെ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷനും അതുപോലെ തന്നെ മോഡേണൈസേഷനും ഒക്കെ ചെയ്യുക. എക്സ്പാൻഡിങ് ദ ചാനൽസ് ഫോർ മാർക്കറ്റിംഗ് ദ പ്രൊഡക്ട്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സെക്ടർ ഇൻ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ദാറ്റ് ഈസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ഡൊമസ്റ്റിക് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചാനൽസ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുക. ദെൻ പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രീസ്, ദാറ്റ് ഈസ് സെമി അർബൺ ഏരിയാസിലൊക്കെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക. ദെൻ റീഫിനാൻസിങ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് എക്സ്റ്റെൻഡ് ബൈ പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് പ്രൈമറി ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രീസിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോൺസൊക്കെ റീഫിനാൻസ് ചെയ്യുക. ദെൻ എക്സ്റ്റൻഷൻ ഓഫ് സീഡ് ക്യാപിറ്റൽ ഓർ സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ്, സീഡ് ക്യാപിറ്റൽ, സോഫ്റ്റ് ലോൺ അസിസ്റ്റൻസ് പോലെയുള്ള ഹെൽപ്സ് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് സർവീസസ് ലൈക്ക് ഫാക്ടറിങ്, ലീസിങ് എക്സെട്ര. ദെൻ എക്സ്റ്റെൻഡിങ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ദാറ്റ് ഈസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട്സ് കൊടുക്കുക. ഇതൊക്കെയാണ് സിഡ്ബിയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് വൺ ആണ് KVIC, ദാറ്റ് ഈസ് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. 1957 ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ത്രൂ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ. റൂറൽ ഏരിയയിൽ കൂടുതൽ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്ന് റൂറൽ ഏരിയ ഡെവലപ്മെൻറ്റ് നടത്തുക. ദെൻ ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ടുള്ള എംപ്ലോയബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രൊമോഷൻ ഓഫ് സെൽഫ് റിലയൻസ് എമംഗ് പീപ്പിൾ. ആൾക്കാർക്ക് സെൽഫ് റിലയൻസ്, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക. ദെൻ ബിൽഡിംഗ് അപ്പ് സ്ട്രോങ് റൂറൽ കമ്മ്യൂണിറ്റി ബേസ്. ദെൻ ഇറാഡിക്കേഷൻ ഓഫ് റൂറൽ പവേർട്ടി. മെയിനായിട്ടും റൂറൽ ഏരിയനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ദർ ഫങ്ഷൻസ് ഇൻക്ലൂഡ്സ്
ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുക. ടു സപ്ലൈ റോ മെറ്റീരിയൽസ് അറ്റ് റീസണബിൾ റേറ്റ്സ്, ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റീസണബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. ടു പ്രൊമോട്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽ ഓഫ് ഖാദി പ്രൊഡക്ട്സ് ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്, വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഖാദി പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, KVIC പ്രൊഡക്ട്സിൻ്റെ എക്സ്പോർട്ട് പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യുക. ദെൻ കൺസൾട്ടൻസി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ഫങ്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, SISIs. സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാ സ്റ്റേറ്റിലും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ഏജൻസിയാണ്. 1956 ഇത് നിലവിൽ വന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നോ എക്കണോമിക് ആൻഡ് മാനേജീരിയൽ കൺസൾട്ടൻസി സർവീസസ് ടു SSI യൂണിറ്റ്സ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇറ്റ് കണ്ടക്ട്സ് എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എല്ലാ ഏരിയാസിലും കണ്ടക്ട് ചെയ്യുക. ദെൻ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റ്സ് ഇൻ റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് യൂണിറ്റ്സിനെ എല്ലാം റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് അഡ്വൈസസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓൺ പോളിസി മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ്. സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റിൻ്റെ റൂൾസ് അല്ലെങ്കിൽ പോളിസി മാറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഗവൺമെൻറ്റ്സിന്, ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സിന് അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഈസ് ബീയിങ് ഡൺ ഇൻ റൈറ്റ് ലൈൻസ്. സ്മോൾ ഇൻഡസ്ട്രീസിൽ, രാജ്യത്തെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്തുന്നു. ദെൻ ഇറ്റ് പ്രിപ്പയർസ് ഡിസൈൻസ് ആൻഡ് ഡ്രോയിങ്സ് ഫോർ പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ് ആൻഡ് ആക്സസറീസ്. ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെയും ആക്സസറീസിൻ്റെയൊക്കെ ഡിസൈൻസ്, ഡ്രോയിങ്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ ഗൈഡൻസ് ഓൺ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വേസ്റ്റേജസ് ആൻഡ് സ്ക്രാപ്സ്. ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റേജസ്, സ്ക്രാപ്സ് ഇതൊക്കെ എങ്ങനെയാണ് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിനുള്ള ടെക്നിക്കൽ ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് കണ്ടക്ട്സ് എക്കണോമിക് സർവേസ് ഓൺ particular industries and areas and making concrete recommendation for development programs. ഇൻഡസ്ട്രീസിലൊക്കെ എക്കണോമിക് സർവേസ് നടത്തുന്നു. ദെൻ പോരായ്മകൾ എന്തൊക്കെയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, അത് പരിഹരിക്കാനുള്ള റെക്കമെൻഡേഷൻസ് പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഈ സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഫങ്ഷൻസ് ആണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഓണ്ടർപ്രണേഴ്സ് എന്ന ഏരിയയിൽ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ഫങ്ഷൻസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറേ കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, താങ്ക്